വഴിവിളക്കുകൾ ഉറപ്പിച്ച കമ്പിക്കാലുകൾ പച്ചനിറം പൂണ്ട് തിളങ്ങുന്നു. നടക്കാവുകളിൽ ഇടവിട്ട് കറുപ്പും വെളുപ്പുമായ വീതിയേറിയ വരകൾ. തടാകത്തിൽ നിന്നാൽ ഉയരത്തിലുള്ള മലമ്പാതയിലൂടെ ചീനാപ്പീക്കിലേക്ക് കുതിക്കുന്ന സഞ്ചാരികളുടെ കുതിരക്കുളമ്പടികൾ തുടർച്ചയായി കേൾക്കാം. തണുത്ത മാസങ്ങളിൽ വിജനതയിലൂടെ നിശ്ചലത കണ്ടു നിൽക്കാറുള്ള പടിഞ്ഞാറൻ തീരത്തെ കൽപ്പടവിന് സമീപം നിന്ന് ആരോ ചൂണ്ടലിടുന്നു. പാതയിലൂടെ കടുത്ത വർണ്ണങ്ങളുള്ള രോമക്കുപ്പായങ്ങളണിഞ്ഞ ഇണകൾ കൈകോർത്ത് നടന്നു പോകുന്നു. പുകയില മണവും പൊട്ടിച്ചിരിയും വായുവിൽ കൂത്തടിക്കുന്നു. പാതയ്ക്കും തടാകത്തിനും ഇടയ്ക്കൊരു പുൽത്തകിടിയുടെ ദ്വീപിൽ വിമല താറാവിൻ കൂട്ടങ്ങളെ നോക്കിക്കൊണ്ടു നിന്നു. കടന്നുപോയ തോണിയിലെ യാത്രക്കാരിൽ ആരോ എറിഞ്ഞുകൊടുത്ത കടലമണികൾക്ക് വേണ്ടി അവ കശപിശ കൂട്ടുന്നു. കരയ്ക്കടുത്തുകൂടെ കടന്നു പോകുന്ന ഒരു ബോട്ടിൽ നിന്ന് ഉറക്കെ ആരോ വിളിച്ചു പറഞ്ഞു, "നമസ്തേ മേം സാബ്." ബുദ്ധുവിൻ്റെ മഞ്ഞ പല്ലുകൾ തിളങ്ങുന്നു. കാതിൽ വലിയ വളയിട്ട ഒരു പെൺകുട്ടിയും 2 ചെറുപ്പക്കാരുമാണ് അവൻ്റെ സഞ്ചാരികൾ. അവർ തിരിഞ്ഞു നോക്കി. "സീസണായോ മേംസ?" മെയ് ഫ്ലവർ കടന്നുപോയ വഴി ഒരു വാൽ നക്ഷത്രം പോലെ നീണ്ടുകിടക്കുന്നു. കഴുത്തിൽ ക്യാമറ തൂക്കിയിട്ട് കാലുറക്കീശകളിൽ കൈതിരുകി ചൂളം വിളിച്ചുകൊണ്ട് ഒരു കറുത്ത കഷണ്ടിക്കാരൻ തെല്ലകലത്തായി വന്നു നിന്നു. അയാളുടെ കണ്ണുകൾ ചൂണ്ടൽ കൊളുത്തുപോലെ ശരീരത്തിൽ തറയ്ക്കുന്നു. അവൾ തിരിഞ്ഞു നടന്നു. പാത മുറിച്ചു കടന്നു. പുൽപ്പരപ്പിൻ്റെ 2 ദീർഘവൃത്തങ്ങൾ ചുറ്റി കരിങ്കല്ല് വിരിഞ്ഞ ഒറ്റയടി പാതയിലെത്തി. മുകളിലേക്ക് നടന്നു. വളരെ കാലത്തിനു ശേഷം വീണ്ടും ഈ വഴിയേ പോവുകയാണ്. നഗരത്തിൽ സഞ്ചാരികൾ നിറയുമ്പോൾ ഈ വഴിയും പാറക്കെട്ടിൻ്റെ പരിസരവും ഒഴിഞ്ഞു കിടക്കും. ആളുകളുടെ കൗതുകം എത്ര വേഗത്തിലാണ് മാഞ്ഞു പോകുന്നത്. കൊക്കുരുമുന്ന ഇണക്കുരുവികളായിരുന്നു പണ്ട് ഈ വഴിയിലൂടെ നടന്നു പോയിരുന്നത്. കുന്നിൻ്റെ ഒരടുക്കിൽ നിന്ന് മറ്റൊരടുക്കിലേക്ക് തിരിയുന്നിടത്തെത്തിയപ്പോൾ നിന്നു. കയറ്റം കയറിയത് കാരണം കിതപ്പുണ്ടായിരുന്നു. അവിടെയാണ് അമ്പലം. ചുറ്റും ആക്രമിച്ചു കയറിയ പൊന്തക്കാടുകൾക്കിടയിൽ അമ്പലം പാതിയും മറഞ്ഞു പോയിരിക്കുന്നു. ഇരുമ്പഴിയിൽ തൂക്കിയിട്ട നാക്കറ്റ കുടമണിക്ക് കീഴിലിരുന്ന വൃദ്ധനായ പൂജാരി ഹുക്ക വലിക്കുന്നു. പണ്ട് നിന്ന് കടന്നു പോകുന്നവരെല്ലാം ദേവന് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പാറക്കെട്ടിന് മുകളിൽ നിന്ന് എടുത്തു ചാടി മരിച്ച പെൺകുട്ടിയെ പൂജാരി നിത്യവും ശപിക്കുന്നുണ്ടാവും. അമ്പലം ഉറങ്ങുന്നു, ദേവൻ ഉറങ്ങുന്നു. പിന്നിൽ നിന്ന് ആരോ ഉച്ചത്തിൽ കിതയ്ക്കുന്നത് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. സർദാർജി നെഞ്ചമർത്തിപ്പിടിച്ചുകൊണ്ട് കിതയ്ക്കുന്നു. വരണ്ട മുഖം ചോരക്കട്ട പോലെ തൊടുത്തിട്ടുണ്ട്. പഴയ കുതിരയുടെ കാലം കഴിഞ്ഞുപോയി. ചിരിയും കിതപ്പും കലർന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു, "മുകളിലേക്കാണോ ടീച്ചർജി?" ഞാനും വരുന്നു. ഒന്ന് ശ്വാസം നേരെയാവട്ടെ." ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഏകാന്തതയുടെ ഈ നടപ്പാതയിൽ ആരും കൂടെയുണ്ടാവുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. എങ്കിലും ഒന്നും പറഞ്ഞില്ല. അവൾ നടന്നപ്പോൾ അയാളും പുറകെയുണ്ടായിരുന്നു. പൊന്തക്കാടുകൾക്കിടയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം തോന്നിക്കുന്ന ഒരു മരം ചൂണ്ടിക്കാണിച്ചു ചോദിച്ചു, "ആ മരം കണ്ടോ ടീച്ചർജി? പണ്ട് അതിൻ്റെ കടയ്ക്കൽ എത്ര പൂവാണ് വീണിരുന്നത്. അതിൻ്റെ താഴത്തെ പൊത്തിൽ കൊല്ലത്തിലൊരിക്കൽ ഭഗവാന്റെ കഴുത്തിലെ സർപ്പം ദർശനം കൊടുക്കുമെന്നാണ് കഥ. കേട്ടിട്ടുണ്ടോ?" അവൾ ഇല്ല എന്ന് തലയാട്ടി. ദേവനെ വേണ്ടാതായപ്പോൾ സർപ്പത്തിന് എവിടെ സ്ഥാനം? പാറയുടെ സമീപം എത്തുന്നതുവരെ പിന്നെ അയാൾ സംസാരിച്ചില്ല. കിതപ്പോടെ മുക്കിയും മൂളിയും ഉയരം കയറുന്ന അയാളുടെ കണ്ണുകൾ ചുറ്റുപാടുകളിൽ മേഞ്ഞു നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. മുകളിലെത്തിയപ്പോൾ അയാൾ ആകെ വിയർപ്പിൽ മുങ്ങിപ്പോയിരുന്നു. "ക്ഷമിക്കണം ടീച്ചർജി, ഞാനൊരിത്തിരി ഇരിക്കട്ടെ." അയാൾ ഒരിടത്തിരുന്നു. അവൾ താഴ്വരയിലേക്ക് നോക്കി. സുഖകരമായ കാറ്റത്ത് പിന്നിൽ വട്ടത്തിൽ ചുരുട്ടിവെച്ച മുടി അഴിഞ്ഞു ചിതറിപ്പാറാൻ തുടങ്ങി. "ഇരിക്കൂ ടീച്ചർജി." അടുത്തും അകലെയുമല്ലാത്ത നിലയിൽ ഒരു ഉയർന്ന കാലിൽ കാൽ തൂക്കിയിട്ടിരുന്നു. പിന്നിൽ കരിമ്പാറക്കൂട്ടം ആകാശത്തേക്ക് വികൃതമായൊരു ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്നു. "അച്ഛൻ എത്ര പ്രായമുണ്ടായിരുന്നു ടീച്ചർജി?" "58." അയാളൊന്ന് മൂളി. സഹതാപം അറിയിക്കുന്നില്ല. ആരോട് സഹതപിക്കാനാണ്? താഴ്വരയിലെ മരക്കുടിലുകളുടെ ഇരുണ്ട നീലിമയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അവൾ ആ മനുഷ്യനെ നോക്കി. നരകയറിയ പരുക്കൻ താടി തടവി മന്ദഹസിച്ചിരിക്കുന്ന അയാളുടെ കണ്ണുകൾ തൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നി. "മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് അല്ലേ ടീച്ചർജി?" അവൾ വേദനയോടെ മന്ദഹസിച്ചു. "ഞാൻ ആലോചിച്ചു നോക്കിയിട്ടില്ല." "നേരാണ്. വേണമെങ്കിൽ കുറച്ചു വെച്ചോളൂ. അജ്ഞാത ചിന്തകൻ്റെ വചനമായി വേണ്ടപ്പോൾ ഉദ്ധരിച്ചോളൂ." എന്നിട്ട് അയാൾ സ്വയം രസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. എഴുന്നേറ്റ് ഏണും കോണുമായ പാറക്കെട്ടിൻ്റെ ഭിത്തിക്ക് മുന്നിലൂടെ നടന്നുകൊണ്ട് അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, "പേരുകൾ പലതും മാഞ്ഞു പോയിരിക്കുന്നു." കരിങ്കല്ലിലെ കുഴിഞ്ഞ അക്ഷരങ്ങൾ തടവിക്കൊണ്ട് അയാൾ പിറുപിറുത്തു. "പണ്ട് പേര് കൊത്തിവയ്ക്കാത്തത് എത്ര നന്നായി."
അവൾക്ക് കൗതുകം തോന്നി. എന്തേ? അവൾ കണ്ണുകൾ ഉയർത്തി. ഇപ്പോൾ അത് കണ്ട് നെടുവീർപ്പിടാതെ കഴിഞ്ഞല്ലോ. ടീച്ചർജി മുഷിയില്ലെങ്കിൽ എവിടെ നിങ്ങളുടെ ആദ്യ സന്ദർശനത്തിൻ്റെ സ്മാരകം? അവൾ മറുപടി പറഞ്ഞില്ല. നിലത്ത് ദൃഷ്ടികൾ ഊന്നി കൊണ്ട് ഇരുന്നു. അയാൾ വിഷയം മാറ്റാനെന്ന പോലെ സംസാരിച്ചു. ആത്മഹത്യയ്ക്ക് പറ്റിയ സ്ഥലങ്ങൾ എന്തിനാണ് മനുഷ്യർ പ്രേമത്തിൻ്റെ സങ്കേതങ്ങളായി തിരഞ്ഞെടുക്കുന്നത്? ജീവിതത്തിൻ്റെ വികാസം കാണുന്നിടത്ത് തന്നെയാവട്ടെ പതനവും എന്നാവാം. മദരിഹട്ടിൽ പോയിട്ടുണ്ടോ? ആസാമിൽ. അവിടുന്ന് 2 നാഴിക ദൂരെ ശരിക്കും ഇതുപോലൊരു പാറക്കെട്ടുണ്ട്. എത്ര ജോഡികളാണ് അക്ഷരങ്ങളും അമ്പുകൊള്ളുന്ന ഹൃദയവും വരച്ചു വച്ചിട്ടുള്ളതെന്നോ? അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ തലയാട്ടി സംസാരിക്കുന്നതിൽ അയാൾക്ക് ഒരാനന്ദമുണ്ടെന്ന് തോന്നി. അതിനടുത്ത് നല്ലൊരു ഡാക്ക് ബംഗ്ലാവുണ്ട്. അവിടെ കിടന്നാൽ രാത്രിയിലും ശരിക്കും കാടിൻ്റെ സംഗീതം കേൾക്കാം. ഉവ്വ്, കാടിന് സംഗീതമുണ്ട്. മഴയ്ക്കും കാറ്റിനും ഭാഷയും സംഗീതവുമുണ്ട്. അയാൾ കിതച്ചുകൊണ്ട് നെഞ്ചിൽ ഇടതുകൈയുടെ ശോഷിച്ച വിരലുകൾ അമർത്തി സ്വരം കുറെ കൂടി താഴ്ത്തി പറഞ്ഞു. ഒരിക്കൽ കൂടി പോകണമെന്നാഗ്രഹം. രക്ഷിതാവ് സമ്മതിക്കുമോ ആവോ? നല്ലത്. സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം വീണ്ടും നടന്നു നോക്കുകയാണ്. ഹെഡ് ക്വാർട്ടേഴ്സിലെ അക്കൗണ്ടൻറ്റ് വർഷാന്ത സ്റ്റോക്കെടുപ്പിന് നടക്കുന്ന ഭാവത്തിൽ. അയാൾ ചിരിക്കുമ്പോൾ വർഷങ്ങൾ അയാളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് പോലെ തോന്നി. ഒരു കൊച്ചുകുട്ടിയുടെ ആഹ്ലാദമാണ് അയാൾക്ക്. ടീച്ചർജി എത്ര കാലമായി ഇവിടെ? 9 കൊല്ലം. ആദ്യം ഈ പാറയിൽ കയറാൻ വന്നപ്പോൾ തനിച്ചായിരുന്നില്ല അല്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. ഞാനും തനിച്ചായിരുന്നില്ല. പക്ഷേ അത് വളരെ വളരെ കൊല്ലം മുമ്പാണ്. അയാൾ തലകുനിച്ച് കണ്ണടച്ചിരുന്നു. അന്ന് എനിക്ക് 23 വയസ്സാണ്. ഒരാണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണെന്നറിയാമോ? പഠിച്ചു വെച്ചോളൂ, 23. അയാൾക്കതിന് ഒരു വിശദീകരണവും ഉണ്ടായിരുന്നു. 25 ഒരു വഴിത്തിരിവാണ്. പാകതയെത്തിയ ഒരു യുവാവാണെന്ന് സ്വയം തോന്നും. 24 അടുത്തെത്തിയ വഴിത്തിരിവിന് തൊട്ട് കൺമുന്നിൽ കാണും. 18നും 22നും ഇടയ്ക്ക് കൗമാരത്തിൻ്റെ അംശങ്ങൾ പലതും ബാക്കി നിൽക്കും. 23. നിങ്ങളുടെ വംശത്തിന് 17 വിശേഷണം കൊടുത്ത വിദ്വാൻ നമ്മുടെ കാര്യം മറന്നുപോയി. നിമിഷങ്ങൾ വീണ്ടും നിശബ്ദതയുടെ നീർക്കയത്തിലേക്ക് താണുപോയി. എന്താണ് ടീച്ചർജി ഒന്നും പറയാത്തത്? എന്തു പറയാൻ? എന്തെങ്കിലും. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു. എന്നോട് മാത്രമേ ഞാൻ കൂടുതലായി സംസാരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്തിനോട് സംസാരിക്കാം. പാറകളോട്, മരങ്ങളോട്, വിളക്കുകാലുകളോട് സംസാരിക്കാൻ കഴിയുന്നത് ഒരനുഗ്രഹമാണ് ടീച്ചർജി. ശരിയല്ലേ? ശരിയായിരിക്കാം. കുന്നിൻ ചെരുവിൽ നിഴലുകൾക്ക് നീളം കൂടി. പാറയുടെ ചുവട്ടിലെ അഗാധതയിലേക്ക് മൂടൽ മഞ്ഞ് ഒരിളം നീലപ്പുതപ്പ് പോലെ ഒഴുകി വീണു. ഞാനൊന്ന് മുകളിൽ കയറി നോക്കട്ടെ? അവൾക്ക് വിലക്കണമെന്ന് തോന്നി. ദുർബലനായ ഈ മനുഷ്യൻ അതിൻ്റെ നെറുകയിൽ കയറി നോക്കുന്നത് സാഹസമാണ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. നന്നെ പ്രയാസപ്പെട്ടാണ് അയാൾ കയറുന്നത്. തുളകൾ വീണ ഉലകളിൽ നിന്ന് കാറ്റൊഴിയുന്നത് പോലെ ഒച്ചയോടെ ശ്വാസമിടുന്നത് കേൾക്കാം. മുഖത്ത് ചോര ഇരച്ചു കയറുന്നതും നെറ്റിയിൽ ഈ തണുപ്പത്തും വിയർപ്പുരുണ്ടുകൂടുന്നതും കാണാം. കൂർത്ത മുകൾ തട്ടിൽ നിന്നുകൊണ്ട് അയാൾ കീഴോട്ട് നോക്കുന്നു. കാറ്റിൽ അയാളുടെ വണ്ണം കൂടിയ കാലുറകൾ പടപടയടിച്ചു. ഞാൻ കാണെ ഒരു പഞ്ഞിത്തുണ്ട് പോലെ അയാൾ പാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. ടീച്ചർജി, കാറ്റിൻ്റെ പെറുപെറുപ്പിനെ ജയിക്കാൻ കുറച്ചുച്ചത്തിൽ അയാൾ വിളിച്ചു ചോദിച്ചു. ടീച്ചർജി മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? നോക്കൂ. മങ്ങിയ വെളിച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു കൈ ഉയർത്തി നിൽക്കുന്ന ആ മനുഷ്യനെ അവൾ ഭയപ്പാടോടെ നോക്കി. അയാളുടെ കാലടികളുടെ ചുറ്റും മരണം വാ പിളർന്ന് നിൽക്കുകയാണ്. ഇറങ്ങി വരൂ എന്ന് വിളിച്ച് നിലവിളി കൂട്ടാൻ തോന്നി. സ്വയം നിയന്ത്രിച്ചു. കയറാൻ സഹിച്ചതിലുമേറെ ക്ലേശിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി താഴത്തെത്തി. മടക്കയാത്രയിൽ അവർ സംസാരിച്ചില്ല. അവൾ അയാളുടെ 2 അടി പിറകിലായി സാവധാനം നടന്നു. അയാൾ ഉല്ലാസത്തോടെ ഒരു പഞ്ചാബി പ്രേമഗാനത്തിൻ്റെ വരി വീണ്ടും വീണ്ടും മൂളിക്കൊണ്ടിരുന്നു. ഗോൾഡൻ നൂക്കിൻ്റെ പടിക്കലെത്തിയപ്പോൾ അയാൾ നിന്നു. അവളും. നന്ദി. എന്തിന്? നല്ലൊരു സായാഹ്നം കൂടി കിട്ടിയതിന്. ടീച്ചർജിക്ക് നന്ദി. ഈശ്വരനും ലോകത്തിനും നന്ദി. നല്ലൊരു സായാഹ്നം? ഈ സർദാർജി തന്നെ പരിഹസിക്കുകയാണോ? നാളെ വൈകുന്നേരം എന്താണ് പരിപാടി ടീച്ചർജി? ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഒരു വൈകുന്നേരം ഞാൻ കടം വാങ്ങട്ടെ? ഇന്ന് വീണ് കിട്ടിയതാണല്ലോ. നമുക്ക് ഒരു ബോട്ട് യാത്ര നടത്താം. അപരിചിതനായ ഈ മനുഷ്യൻ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണെന്ന് ബോധ്യമായി. അകന്നകന്ന് മാറാൻ നോക്കുമ്പോൾ അയാൾ അടുത്തേക്ക് കയറിപ്പറ്റുന്നു. എല്ലാ വൈകുന്നേരവും ഞാൻ ആവശ്യപ്പെടുന്നില്ല ടീച്ചർജി. നാളെ മാത്രം. നോക്കട്ടെ, ഞാൻ ബോർഡിംഗ് ഹൗസിൻ്റെ പടിക്കൽ വന്ന് വിളിക്കാം. ശരിയെന്നോ വേണ്ടെന്നോ പറയാതെ അവൾ തൻ്റെ കമ്പിവേലിക്ക് നേരെ നടന്നു. ഒരു നിമിഷം പ്ലീസ്. നടത്തം പതുക്കെയാക്കി. മരിച്ചുപോയവരെ ഓർത്ത് ഉറക്കം കളയരുത്. ജീവിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ ഭൂമിയിൽ.
പോർട്ടിക്കോവിലെ ട്യൂബ് ലൈറ്റ് ശരിപ്പെടുത്തുകയായിരുന്നു അമർ സിംഗ്. നേരം ഒരുപാടായല്ലോ ബിബിജി. മലയിൽ സന്ധ്യയ്ക്ക് തനിയെ നടക്കരുത് ബിബിജി. പല്ലെളിക്കുകയും സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്ത ശേഷം ട്യൂബ് കത്താൻ തുടങ്ങി. സന്ധ്യയ്ക്കോ പാതിരാക്കോ എപ്പോൾ വേണമെങ്കിലും തടാകത്തിന് ചുറ്റും നടന്നോളൂ, പേടിക്കാനില്ല. നൈനീദേവിയുടെ കാഴ്ചപ്പാടുള്ള സ്ഥലമാണല്ലോ. മലയിലോ? പരിഹാസത്തോടെ ചോദിച്ചു. തമാശയല്ല ബിബിജി. ചന്ദൻ സിംഗിനെ കേട്ടിട്ടുണ്ടോ? വിമല താല്പര്യം കാണിച്ചില്ല. അമർ സിംഗ് ഒരു ചരിത്രം തുറക്കുകയായിരിക്കും. ഭയങ്കര പോക്കരിയായിരുന്നു. 2 വാളാണ് അരയിൽ. ആ 10-40 കൊല്ലമായി കാണും. ഡാക്ക് ബംഗ്ലാവിനപ്പുറത്തെ മൈതാനത്ത് രാമലീല കളിക്കുന്ന സമയം വിദ്വാൻ മസ്തായി വരുമ്പോൾ ബംഗ്ലാവിൻ്റെ പടിക്കൽ ഒരു ബുർഖയിട്ട പെണ്ണിരിക്കുന്നു. കോൻഹേ? ചന്ദൻ സിംഗിൻ്റെ പേര് കേട്ടാൽ നാട് വിറയ്ക്കും. പെണ്ണ് മിണ്ടിയില്ല. അടുത്ത് ചെന്ന് ബുർഖ നീക്കിയപ്പോൾ ദാ പല്ലിങ്ങനെ, കണ്ണിത്ര. അമർ സിംഗ് വേണ്ട ആംഗ്യങ്ങൾ കാണിച്ചു. നാവ് 1 ഗജം നീളം. ഒറ്റ നിലവിളി. 3-ാം ദിവസം വിദ്വാൻ മരിച്ചു. കടുവയുമായി മല്ലിടുത്തം നടത്തിയതിൻ്റെ അവൻ്റെ മുത്തച്ഛൻ്റെ മരണത്തെപ്പറ്റിയും ഇതേ കഥയാണ് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം അമർ സിംഗ് മറന്നുപോയിരിക്കുന്നു. മുറിയിൽ സർദാർജിക്ക് കൊടുത്ത പുസ്തകങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. മുകളിൽ ഒരു ഇംഗ്ലീഷിൽ കുറിപ്പും. നന്ദി. സാത്താനെയും മാലാഖയെയും മാത്രമേ ഇതിൽ കണ്ടുള്ളൂ. മനുഷ്യരുടെ കഥകൾ വല്ലതും നിങ്ങളുടെ ശേഖരത്തിലുണ്ടോ? ആ മനുഷ്യൻ്റെ രൂപവുമായി തീരെ പൊരുത്തപ്പെടാത്ത സുന്ദരമായ കൈപ്പട. അയാളൊരു വിചിത്ര ജീവിയാണ്. കുറേ സമയം ഒന്നിച്ചുണ്ടായിരുന്നു. പലതും സംസാരിച്ചു. പക്ഷേ പരിചയത്തിൻ്റെ അതിർവരമ്പുകൾ ഇപ്പോഴും ബാക്കി കിടക്കുന്നു. അയാളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ചോദിച്ചതുമില്ല. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അജ്ഞാതനാമാവ്. മരണം. വെള്ളത്തുണി കൊണ്ട് മൂടിയ ശരീരം, എല്ലുന്തിയ വിളർത്ത മുഖം, അടഞ്ഞ കണ്ണുകൾ. മലമ്പാതയിലെ തുടർച്ചയായ കുളമ്പടികൾ ഒറ്റപ്പെട്ടും നേർത്തും നിശബ്ദമായി. നടുമുറ്റത്തെ ഉയർന്ന വിളക്കുകാലിൻ്റെ ചുറ്റും ഒരു കാട്ടുപക്ഷി ചിറകടിച്ച് പാറി നടന്ന് രാത്രിയുടെ നിഴലുകളിലേക്ക് ഊളിയിട്ടുപോയി. കിടക്കയിൽ കണ്ണടച്ചു കിടന്ന് നാമം ജപിക്കാൻ ശ്രമിച്ചു. ഭിത്തികളുടെ മരിച്ച ഹൃദയത്തിലൂടെ ഇക്താരയുടെ നനുത്ത സ്പന്ദങ്ങൾ ഒഴുകി വരുന്നു.